സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആർക്ക് ചെയ്യുന്ന ടെസ്ല കോയിലാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റ് തന്നെ വേണ്ടത് IRF 640 മോസ്ഫെറ്റ് ആണ്. ഈ മോസ്ഫെറ്റ് ഒന്ന് മതി. പിന്നെ 1K ഓമിൻ്റെ പൊട്ടൻഷ്യോമീറ്ററും ഇതും പിന്നെ ഒന്ന് മതി. പിന്നെ നമ്മൾ മോസ്ഫെറ്റും പൊട്ടൻഷ്യോമീറ്ററും എടുക്കുക. എന്നിട്ട് മോസ്ഫെറ്റിൻ്റെ നടുവിലത്തെ ലെഗ് ഞാൻ പൊന്തിച്ച് വെച്ചാൽ ഒന്ന് പൊന്തിച്ച് വെക്കുക. പിന്നെ നമ്മളെ പൊട്ടൻഷ്യോമീറ്റർ എടുത്തിട്ട് മോസ്ഫെറ്റിൻ്റെ തേർഡ് ലെഗും സെക്കൻഡ് ലെഗും പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ലെഗിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഞാൻ സോൾഡർ ചെയ്ത് കൊടുക്കുന്ന മാതിരി അത് പിന്നെ സോൾഡർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള 56 ഓമിൻ്റെ റെസിസ്റ്ററാണ്. പിന്നെ ആ റെസിസ്റ്റർ എടുത്തിട്ട് നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ തേർഡ് ലെഗിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഞാൻ സോൾഡർ ചെയ്ത് കൊടുത്ത മാതിരി തന്നെ. പിന്നെ 4.7 UF 350 വോൾട്ട് കപ്പാസിറ്റർ വേണം. ഇതും ഒന്ന് മതി. അതെടുത്തിട്ട് കപ്പാസിറ്റർ എടുത്ത് കഴിഞ്ഞിട്ട് മോസ്ഫെറ്റിൻ്റെ തേർഡ് ലെഗിലോട്ട് മൈനസും പ്ലസ് നമ്മളെ റെസിസ്റ്റൻ്റ് അങ്ങോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഒരു സെക്കൻഡറി കോയിൽ ഉണ്ടാക്കണം. ആ സെക്കൻഡറി കോയിൽ ഉണ്ടാക്കാൻ ഞാനൊരു കോപ്പർ വയർ എടുത്ത് കട്ടിയുള്ള അതിൻ്റെ മുകളിൽ കൂടെ ടച്ച് ഉണ്ടാക്കാൻ ഒരു സാധനം ഇട്ട്, പിന്നെ ഒരു സർക്കിൾ ഉണ്ടാക്കണം ഈ കോപ്പർ വയർ കൊണ്ട്. പിന്നെ ഒരു കമ്പി, ആ ഒരു കമ്പിൻ്റെ മുകളിൽ കൂടെ വളഞ്ഞ് വരണം, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യൂല. പിന്നെ ആ സർക്കിൾ ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഒരു ലെഗ് നമ്മളെ മോസ്ഫെറ്റിൻ്റെ നടുവിലത്തെ പിന്നിലേക്ക് വലിച്ചു വെച്ച പിന്നിലേക്കും, പിന്നെ ഒന്ന് നമ്മുടെ റെസിസ്റ്ററിൻ്റെ അടുത്ത പിന്നിലേക്ക് നമ്മൾ കപ്പാസിറ്ററൊക്കെ സോൾഡർ ചെയ്തെടുക്കുക. അത് പിന്നെ സോൾഡർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു കോയിൽ ഉണ്ടാക്കണം. ഈ കോയിൽ ഇങ്ങനെ ഉണ്ടാക്കണേ എൻ്റെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞാൽ ടെസ്ല കോയിൽ ഉണ്ടാക്കി ഇതിനെ ഉണ്ടാക്കിയത് സാധാരണ ഒരു പൈപ്പ് എടുത്തിട്ട് അതിൽ നമ്മുടെ കോപ്പർ വയർ ചുറ്റിട്ടുണ്ടാക്കണം ഈ കോയിൽ. പിന്നെ അതിൻ്റെ ഒരറ്റത്തെ വയർ നമ്മുടെ ആ സെക്കൻഡറി കോയിലിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ ആ കോയിൽ അവിടെ വെക്കണം, ഞാൻ വെച്ച മാതിരി. പിന്നെ അതിൻ്റെ അറ്റത്തെ വയർ നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മിഡിൽ ലെഗിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മിഡിൽ ലെഗിലോട്ടാണ് അത്. പിന്നെ സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് മിഡിൽ ലെഗിലോട്ടാണ് തെറ്റിപ്പോറുത്, മിഡിൽ ലെഗിലേക്ക്. പിന്നെ ഇതിൻ്റെ പ്ലസ്സും മൈനസും എന്ന് പറയുന്നത് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ പ്ലസ്സും മൈനസുമാണ്. ഇതിന് പവർ കൊടുക്കേണ്ടത് 12 വോൾട്ടാണ്. 12 വോൾട്ട് അപ് ടു 25 വോൾട്ടൊക്കെ വരെ പറ്റുന്ന ഒന്ന്. ഓവർ കൊടുത്താൽ മോസ്ഫെറ്റ് കേടായി പോവും. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ എന്തായാലും ഒരു ഹീറ്റ് സിങ്ക് ഉപയോഗിക്കണം. നല്ല വലിയ ഒരു ഹീറ്റ് സിങ്ക് തന്നെ ഉപയോഗിക്കണം. ഞാൻ ഈ ഹീറ്റ് സിങ്കാണ് ഉപയോഗിക്കുന്നത്. ഇനി അത് വർക്ക് ചെയ്യുന്ന കാണിച്ചു തരാം. ഇതാ ഞാൻ പവർ കൊടുത്തിട്ട് ഇനി നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, എന്നാലേ നമ്മൾ ആർക്ക് വരും. ഞാനിപ്പോൾ കൈ വെച്ച് നോക്കാൻ ആർക്ക് വേണ്ട പൊട്ടൻഷ്യോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാണ്. അത് ആർക്കത് വന്നിട്ടുണ്ട്, ഒന്നും അറിയില്ല, ആർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇനി ഇതിനോട് ഞാൻ ഒരു CFL ബൾബ് ഗ്ലോ ചെയ്ത് കാണിച്ചു തരാം. CFL ബൾബ് അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഇത് ഗ്ലോ ആവുന്നുണ്ട്.
എന്താ CFL ബൾബിൻ്റെ ബാക്കിലൊന്നുമില്ലെങ്കിലും കാരണം ഇത് ഗ്ലോ ആവുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനോട് ഒരു പേപ്പർ കത്തിച്ച് കാണിച്ചു തരാം. ഞാൻ പേപ്പർ എടുത്ത് ആ ആർക്കിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയാൽ നമ്മൾ പേപ്പർ കത്താൻ തുടങ്ങി. ഇതാ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ ചാനലിൽ പുതിയ വന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.